ഹലോ എവരി വൺ എല്ലാവർക്കും 44 മറ്റൊരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിപ്പും അതേപോലെ തന്നെ പിപ്പറ്റിനെയും കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ബേസിക്സ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഒരിക്കലും വെറി ചെയ്യരുത്. കാരണം നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസിൽ നമുക്ക് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, അതേപോലെ അതിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിന്റെ ഇന്റർഫേസ് എങ്ങനെയാണ്, അതേപോലെ മെറ്റാ ട്രേഡ് ഫ്ലോ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പിപ്പും അതേപോലെ ലോട്ട് മാർജിൻ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് യൂസ് ആവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെയ്യുമ്പോൾ ഈ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ലിങ്ക് ചെയ്ത് ഞാൻ തരാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു എന്താ പറയുക നല്ലൊരു ബേസ് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, നമുക്ക് ഡെഫിനറ്റ്ലി വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിപ്പും പിപ്പറ്റിനെയും കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാതെ ഇരിക്കാം. ഓക്കെ, നമുക്ക് നല്ല രീതിക്ക് ലോസ് വരുത്താം, പ്രോഫിറ്റ് വരുത്താം. പക്ഷേ നിങ്ങൾ ഡെഫിനറ്റ്ലി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പിപ്പും പിപ്പറ്റും. ഓക്കെ, നല്ല രീതിക്ക് ഈ പിപ്പും പിപ്പറ്റും ഏകദേശം സിമിലർ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ പിപ്പിനെയും പിപ്പറ്റിനെയും കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പിപ്പും പിപ്പറ്റുമാണ് നിങ്ങളുടെ ലോസും അതേപോലെ പ്രോഫിറ്റും ഒക്കെ മെഷർ ചെയ്യുന്നത് നമ്മൾ ഈ രണ്ട് ടേംസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി പഠിക്കേണ്ട ഈ ട്രേഡിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പിപ്പും അതേപോലെ പിപ്പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മളൊരു കറൻസി പെയർ എടുക്കുകയാണ്. AUD USD, ഓസ്ട്രേലിയൻ ഡോളറും അമേരിക്കൻ ഡോളറും എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കറൻസി പെയർ ഈ ഒരു ലെവലിൽ നിന്ന്, അതായത് 1.1050 എന്നുള്ള ലെവലിൽ നിന്ന്, ഇല്ലെങ്കിൽ ഇതിന്റെ ഈ പ്രൈസിൽ നിന്ന് 1.1051, അതായത് ഒരു പോയിന്റ് ഓക്കെ കൺസിഡർ ചെയ്യുക, ഒരു പോയിന്റ് മൂവ് ചെയ്യുക. അപ്പൊ ഈ ഒരു 0.0001 എന്ന് പറയുന്ന ഈ ഒരു മൂവ് ഈ ഒരു USDയിലുള്ള ഒരു മൂവ് എന്ന് പറയുന്നത് ഒരു പിപ്പാണ്. ഒരു പിപ്പ് ഇൻക്രീസ് ആയി എന്നാണ്. ഓക്കെ, ഈ ഒരു പെയർ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രൈസ് അയക്കിയപ്പോൾ ഇവിടെ ഇൻക്രീസ് ആയത് ഒരു പിപ്പാണ്. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾക്ക് മനസ്സിലായി ഈ ലാസ്റ്റത്തെ വാല്യൂ, ഈ 1 എന്ന് പറയുന്ന വാല്യൂ ഇല്ലെങ്കിൽ ആ 1 എന്ന് പറയുന്ന ഒരു നമ്പർ നിൽക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഈ പിപ്പ് എന്നുള്ള സംഭവം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ പിപ്പ് എന്ന് പറയുന്നത് സാധാരണ ലാസ്റ്റ് ഡെസിമൽ ആണ്. കൂടുതലും എല്ലാ കറൻസിയിലും മോസ്റ്റ്ലി അവസാനത്തെ നമ്മൾ ഡെസിമലിലെ അവസാനത്തെ പെയറായ 4ാമത്തെ പെയറിനാണ് പിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ചില കറൻസി പെയർസ് ഉണ്ട്, അതുപോലെ ജാപ്പനീസ് എന്നുള്ള കറൻസി പെയർസിൽ സാധാരണ 2 ഡെസിമൽ പെയർസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് അതിന്റെ ഏകദേശം 123.20 എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അത് കുറച്ചൊരു ഡിഫറെന്റ് എന്താ പറയുക എക്സ്പോണൻഷ്യൽ കേസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ജാപ്പനീസ് എന്നില് ഈ ഒരു രണ്ടാമത്തെ ഈ നമ്പറിനെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ നമ്മൾ 4ാമത്തേനാണ് പിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ജാപ്പനീസ് എന്നിൽ ഇൻക്ലൂഡ് ആയ പേഴ്സിൽ 2ാമത്തെ നമ്പർ, ഡെസിമലിൽ 2ാമത്തെ നമ്പർ. അപ്പോൾ നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ USD എടുക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഈ പിപ്പ് എന്ന് പറയുന്നത് ഈ 4ാമത്തെ എന്താ പറയുക വാല്യൂ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഈ USD JPY എന്ന് പറയുന്ന പേഴ്സിൽ, അതായത് ജാപ്പനീസ് എൻ ഇൻക്ലൂഡ് ആയ പേഴ്സിൽ അത് ഈ ഒരു സെക്കൻഡ് ഡെസിമൽ ആയിരിക്കും പിപ്പ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ ഒരു മോസ്റ്റ്ലി എല്ലാ പേഴ്സിലും 4ാമത്തെ ഡെസിമലിനായിരിക്കും ഈ പിപ്പ് എന്നുള്ള വാല്യൂ വരിക. പക്ഷെ ജാപ്പനീസ് എന്നുള്ള പേഴ്സിൽ 2ാമത്തെ ഡെസിമൽ ആയിരിക്കും. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അത്രേ ഉള്ളൂ, പിപ്പ് എന്നുള്ളത് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിപ്പറ്റിനെ കുറിച്ചാണ്. അപ്പൊ പിപ്പറ്റ് ഞാൻ പറഞ്ഞിരുന്നു വളരെ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ പിപ്പ് 4ാമത്തെ ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4ാമത്തെ കഴിഞ്ഞിട്ട് 5ാമത്തെ ഡെസിമൽ ഉണ്ടല്ലോ, അതിനാണ് പിപ്പറ്റ് എന്ന് പറയുക. ഇപ്പൊ ഈ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ മിനിറ്റിൽ സെക്കൻഡ്സ് ഉണ്ട്, അപ്പൊ സെക്കൻഡ്സിൽ തന്നെ മില്ലി സെക്കൻഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ വേണ്ടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ പിപ്പറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ പിപ്പ് ഉണ്ടല്ലോ, 4ാമത്തെ പിപ്പ്, ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു 5ാമത്തെ വാല്യൂ ആയിരിക്കും പിപ്പറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏത് ബ്രോക്കേഴ്സ് നോക്കിയാലും തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. 1. ഇപ്പൊ നോക്കിയാൽ 2, 3, 4, 5 എന്നുണ്ടാവും. എന്നിട്ട് ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ മൈക്രോ സെക്കൻഡ്സ് ഉണ്ടാവുന്ന, അതേപോലെ തന്നെ ഈ ഒരു ലെവൽ ഇതിന്റെ ഒരു മേലെയായിട്ട് ഈ ഒരു ഇത്രയും നമ്പറിന്റെ തൊട്ട് മേലെയായിട്ടുണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ പിപ്പറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ചാർട്ട് പോലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ഒരു കൺസിഡർ ചെയ്യുക എത്ര പിപ്പാണ് ഞാൻ കാണിച്ചത്. ഇപ്പൊ 1.25468 എന്നാണ്. അപ്പൊ ഈ 8 എന്ന് പറയുന്നത് 0.8 പിപ്സ് ആണ്. ഓക്കെ, 0.8 പിപ്സ്.
ഈ 6 എന്ന് അതായത് നിങ്ങളിപ്പോൾ ഈ 8 തന്നെ കണക്കാക്കണ്ട, നമ്മളിപ്പോൾ പറയില്ലേ യൂണിറ്റ് 10 100 അങ്ങനെ പറയണ പോലെ തന്നെ ഈ ഒരു വാല്യൂ, അഞ്ചാമത്തെ വാല്യൂ, നാലാമത്തെ, മൂന്നാമത്തെ, രണ്ടാമത്തെ, ഒന്നാമത്തെ ഈ ഡെസിമലിൽ കൺസിഡർ ചെയ്യുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ വാല്യൂ വരും, പിന്നെയും 1 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സീറോത്ത്, ഓക്കെ, സീറോയിലുള്ളത് 0.8 പിപ്സ് ആണ്. അതേപോലെ നമ്മുടെ ഈ വൺസ് വാല്യൂലുള്ളത് 6 പിപ്പാണ്. ടെൻസിൽ 40 പിപ്പ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ വൺസ്, ടെൻസ്, 100, 1000 എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ വാല്യൂസ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. നോക്കൂ, 5ൽ എത്തുമ്പോൾ ഇല്ലെങ്കിൽ 5th പൊസിഷനിൽ എത്തുമ്പോൾ 500 പിപ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ 2000 പിപ്സ്. ഈ ഒരു ലെവൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പിപ്സ് ആയിരിക്കും. 1000 പിപ്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു 3 ആണ് വെച്ച് കഴിഞ്ഞാൽ 300 പിപ്സ് ആയിരിക്കും. അങ്ങനെ അതിൻ്റെ ഒരു വാല്യൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കറൻസി പേർ എടുത്ത് അതിൻ്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പിപ്പാണ് അതിൻ്റെ വാല്യൂ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും വലിയ വാല്യൂ, ഫസ്റ്റത്തെ ഈ ഒരു ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള തൊട്ട് മുമ്പുള്ള വാല്യൂ കണ്ടോ, 10,000 പിപ്സ് ആണ്. അപ്പൊ ഈ 10,000 പിപ്സ് നമ്മളിപ്പോ ഒരു 10 പിപ്പ് ഈ ലോട്ട് സൈസും പിപ്പും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കുക. അപ്പൊ എത്ര ലോസ് വരുന്നുണ്ട്, എത്ര നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്, ഇതൊക്കെ കമ്പയർ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ലോട്ട് സൈസും അതേപോലെ നമ്മൾ ഈ ഒരു ട്രേഡ് ചെയ്യുന്ന എത്ര പിപ്പിനാണ് അല്ലെങ്കിൽ എത്ര പിപ്പ് കൂടിയിട്ടാണ് നമ്മൾ വിറ്റത്. അപ്പൊ ഈ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ വഴിയാണ് നമുക്ക് പ്രോഫിറ്റും നമുക്ക് ലോസും മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് പിപ്പും അതേപോലെ പിപ്പറ്റും. അപ്പൊ ഇത് വളരെ ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ഡെഫിനറ്റ്ലി വേഗം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അതുവരെയും